സിനാൻ എക്സാം എഴുതാൻ പോകുമ്പോൾ അവന്റെ റിയാക്ഷനും എഴുതി കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടായുള്ളൊരു മാറ്റവും എന്തായിരുന്നു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത്? ഫുള്ളായിട്ടാണ് പോയിരുന്നു. എഴുതി വന്നപ്പോൾ ടഫാണ്. പേപ്പർ കയ്യിൽ കിട്ടിയപ്പോൾ എന്തായിരുന്നു എക്സ്പീരിയൻസ്? അത്യാവശ്യം ഫുള്ള് നല്ല ലെങ്തി ക്വസ്റ്റ്യൻസ് ആൻഡ് ഹൗ യു ലൈക്ക് ഫേസ്ഡ് ഇറ്റ്? അതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ മുന്നോടെ മോക്ക് എക്സാമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മീറ്റിംഗ് എങ്ങനെയാണ് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അന്നത്തെ ദിവസം എങ്ങനെ പ്ലാൻ ചെയ്യാന്നുള്ളത് ആ മീറ്റിംഗ് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ ഒരു ട്വിസ്റ്റ് എന്ന് പറയാൻ ഇതിൽ ക്വസ്റ്റ്യൻ ഓർക്കുന്നുണ്ടോ ബയോളജിയിൽ? സയന്റിഫിക് ചലഞ്ചിലൊക്കെ ഔട്ട് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ പഠിക്കണ്ട അങ്ങനെ. കോഡ് ബ്ലൂവിന്റെ ഒരു ഇമ്പാക്ട് എങ്ങനെയായിരുന്നു നമ്മുടെ പ്രിപ്പറേഷനിൽ? കോഡ് ബ്ലൂ തന്നെയായിരുന്നു മെയിൻ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവനുണ്ടായ സ്ട്രെസ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അവൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അവനക്കൊന്നും കൂടി ഇതാക്കണം ഒരു കോൺഫിഡൻസ് ഉണ്ടായതുകൊണ്ടാണ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തിയത്. ഇപ്പൊ നിങ്ങളുടെ ബാച്ചിൽ നിന്ന് കുറെ പേര് 600+ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അല്ലേ? ഹായ് മക്കളെ, സോ നീറ്റ് 2025 ഓവർ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് മുഹമ്മദ് സിനാനാണ്. നമ്മുടെ നീറ്റിൽ 2025 600+ മാർക്ക് സ്കോർ ചെയ്തിട്ടാണ് സിനാൻ ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. ഇന്ന് നമ്മൾ സിനാൻ്റെ പാരൻസിനെയും കൂടി കൂട്ടിയിട്ടുണ്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ക്വസ്റ്റ്യൻസിലൂടെ പോവാം. ആദ്യം നമുക്ക് ചോദിക്കാനുള്ളത് സിനാൻ്റെ പാരൻസിനോടാണ്. എങ്ങനെയായിരുന്നു സിനാൻ എക്സാം എഴുതാൻ പോകുമ്പോൾ അവൻ്റെ റിയാക്ഷനും എഴുതി കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടായുള്ളൊരു മാറ്റവും എന്തായിരുന്നു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത്? എഴുതാൻ പോകുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഫുള്ളായിട്ടാണ് പോയിരുന്നു. ഭയങ്കര കോൺഫിഡൻസോട് കൂടിയിട്ടാണ് എഴുതാൻ പോയിട്ടുണ്ടായിരുന്നത്. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് പോയിട്ടുണ്ടായിരുന്നത്. എഴുതി വന്നപ്പോൾ ടഫായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ആ ഒരു എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു എല്ലാ മക്കളും കരഞ്ഞുകൊണ്ടൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ ആ ഒരു എക്സാം എഴുതാൻ പോകുന്നതിന്റെ നല്ല കോൺഫിഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നത് നമ്മുടെ ആഷിഖ് സാറിന്റെ മീറ്റിങ്ങും പിന്നെ അവർക്ക് തരുന്ന കോൺഫിഡൻസ് എല്ലാം കൂടിയും നല്ലപോലെ അവരെ എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ എക്സാം കഴിഞ്ഞ് എല്ലാവർക്കും ടഫായിരുന്നു. സോ വി ക്യാൻ ഹോപ്പ് ആ ഒരു കട്ട് ഓഫും കാര്യങ്ങളൊക്കെ നല്ലപോലെ കുറയാമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്തായാലും. ഓക്കെ, എടാ എക്സാം എഴുതി കഴിയുമ്പോൾ ലൈക്ക് ഒരു പേപ്പർ കയ്യിൽ കിട്ടിയപ്പോൾ എന്തായിരുന്നു എക്സ്പീരിയൻസ്? എന്തായിരുന്നു? ഓപ്പൺ ആയിട്ട് നോക്കിയത് ബയോളജിയിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഹൗ വാസ് ബയോളജി നോക്കിയപ്പോൾ അത്യാവശ്യം ഫുള്ള് നല്ല ലെങ്തി ക്വസ്റ്റ്യൻ ആണല്ലേ? അതൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ ഇവിടെ തരുമ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാറേ എത്ര അധികം ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമോ എന്നുള്ളത് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? സോ വി പ്രിപ്പയർഡ് ഫോർ ദി വേസ്റ്റ് ആൻഡ് നമുക്ക് കിട്ടിയത് ഭയങ്കര വേസ്റ്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. ആൻഡ് ഹൗ യു ലൈക്ക് ഫേസ്ഡ് ഇറ്റ്? കുഴപ്പമില്ല, നമ്മൾ ആദ്യം കണ്ട അതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ മുന്നോടെ മോക്ക് എക്സാമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത പോലെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? കുറെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കണ്ട ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു ഇന്റർവ്യൂവിന് ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബയോളജി ക്വസ്റ്റ്യൻ കയ്യിൽ കിട്ടി, കുഴപ്പമൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. എക്സാം കഴിഞ്ഞ് പുറത്തുനിന്ന് ഡിസ്കഷനിന്റെ സമയത്താണ് മനസ്സിലായത് ആക്ച്വലി ബയോളജി വാസ് ടഫ് എന്നുള്ള കാര്യം മനസ്സിലായത്. കാരണം നമ്മൾ മോഡൽ എക്സാംസിൽ അത്യാവശ്യം നല്ല ലെവലുള്ള ക്വസ്റ്റൻസ് ആണ് കണ്ടിട്ടുണ്ടായിരുന്നത്. സോ ഏ ടൈമിൽ ക്വസ്റ്റൻസ് കയ്യിൽ കിട്ടിയപ്പോൾ നമുക്കതൊരു ആവറേജ് ഇതായിട്ടാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റിഡക്ഷൻസ് ബയോളജി ആ ക്വസ്റ്റൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പെഡിഗ്രി ഒരു എല്ലാവരും സ്കിപ്പ് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു. ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു ടൈ ബ്രേക്കർ ക്വസ്റ്റൻ ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. സെയിം സാധനം അതുപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അങ്ങനെ നമ്മൾ പ്രെഡിക്ട് ചെയ്ത കുറെ കാര്യങ്ങൾ അതിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം എല്ലാ ദിവസവും മോർണിംഗ് മീറ്റിംഗിൽ നമ്മുടെ ആഷിഖ് സാർ വരാറുണ്ട്. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് വ്യക്തമായൊരു ഐഡിയ ഒക്കെ തരാറുണ്ട് അല്ലേ? ആ ഒരു മീറ്റിംഗ് എങ്ങനെയാണ് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇൻഫ്ലുവൻസ് വെച്ചാൽ നമുക്ക് അന്നത്തെ ദിവസം എങ്ങനെ പ്ലാൻ ചെയ്യാന്നുള്ളത് ആ മീറ്റിംഗ് കണ്ടാൽ മനസ്സിലാവും. നമ്മൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, എന്താണ് ചെയ്യേണ്ടത് എന്ന് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. ആ സമയത്ത് കൃത്യമായ ഒരു മീറ്റിംഗ് വരുന്നതുകൊണ്ട് നമുക്കൊരു ഐഡിയ കിട്ടും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ്സസ് ആണെങ്കിൽ അത് നമ്മളൊരു ഹൈബ്രിഡ് മോഡലാണ് പോകുന്നത് അല്ലേ? ആദ്യം റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരിക്കും, എന്നിട്ടാണ് ലൈവ് വരുന്നത്. അതിന്റെ ഒരു ഇമ്പാക്ട് എങ്ങനെയുണ്ടായത്? അതിന്റെ ഇമ്പാക്ട് വെച്ചാൽ നമുക്ക് വീഡിയോ ക്ലാസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാത്ത ഭാഗം റിപ്പീറ്റ് ചെയ്ത് കാണാം, മനസ്സിലാവുന്ന ഭാഗം ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് കണ്ടാലും മനസ്സിലാവാത്ത ഭാഗം റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ട് പിന്നെ ലൈവ് ഡിസ്കഷൻ സാർ വരുമ്പോൾ ഒന്നും കൂടി ഡൗട്ട് ക്ലിയറൻസ് പോലെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഭയങ്കര ടഫായിട്ടുള്ള ടോപ്പിക് ഒക്കെ വരുമ്പോൾ നമുക്ക് ഒന്നും കൂടി റീവാച്ച് ചെയ്യാൻ പറ്റും. സ്റ്റിൽ മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഫാക്കൽറ്റീസ് വരുമ്പോൾ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്ത് എടുക്കാൻ പറ്റുന്നല്ലേ? അപ്പോൾ ശരി, ഒരു റെക്കോർഡ് ക്ലാസ് കണ്ടു, ലൈവ് കഴിഞ്ഞു, ഡൗട്ട് എല്ലാം ക്ലിയർ ആയി, ഒക്കെ സെറ്റായി. ഇനി നമ്മൾ നെക്സ്റ്റ് ലെവലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? എക്സാം PCT എഴുതുന്നുണ്ടായിരുന്നു അല്ലേ? PCT ഉണ്ടാവും. പിന്നെ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഗ്യാപ്പ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് അപ്പൊ തന്നെ ഫിൽ ചെയ്യാൻ പറ്റും. പിന്നെ അഗൈൻ PCT കഴിഞ്ഞാൽ വീക്ക്ലി എക്സാം ഉണ്ടായിരിക്കും. 2 ചാപ്റ്റേഴ്സ് വെച്ചിട്ട് വീക്ക്ലി എക്സാം വരുന്നുണ്ട്. ഒരു അപ്ഗ്രേഡേഷൻ പോലെ PCT ഒരു അപ്ഗ്രേഡേഷൻ പോലെ വീക്ക്ലിയിലോട്ട് വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്രാൻഡ് എക്സാം എല്ലാ ചാപ്റ്റേഴ്സും. ഇപ്പോൾ PCT ഒരു ചാപ്റ്റർ ആണെങ്കിൽ വീക്ക്ലി 2 ചാപ്റ്റർ വരും. ഒരു വീക്ക്ലിയുടെ ഒരു സമ്മപ്പ് ആയിട്ടാണ് നമുക്ക് ഗ്രാൻഡ് എക്സാം വരുന്നുണ്ടായിരിക്കും. അതായത് ഗ്രാൻഡ് എക്സാമിന്റെ സമ്മപ്പ് ആയിട്ട് റിവിഷൻ എക്സാം വരുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാ റിവിഷൻ എക്സാമിന്റെ സമയത്തായിട്ടാണ് ലാസ്റ്റ് നമ്മൾ 720s വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ? 720siലാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഒരു 720siൽ കണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് അവിടെ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ട്വിസ്റ്റ് എന്ന് പറയാൻ ഇതിൽ ക്വസ്റ്റ്യൻ ഓർക്കുന്നുണ്ടോ ബയോളജിയിൽ? ഞങ്ങളിവിടെ 720 ചലഞ്ചിലൊക്കെ ഔട്ട് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ പഠിക്കണ്ട അങ്ങനെ നല്ല രീതിയിൽ. അപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങളടുത്ത് പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോ, ഒന്ന് മൈൻഡ്
മൈൻഡ് ചെയ്ത് വെക്കുക. കഷ്ടപ്പെട്ട വേറൊരു ഔട്ട് പഠിക്കേണ്ട ഒരു കാര്യമില്ല. അതിനെ ആ ടോപ്പിക്കിനെ പറ്റി അന്ന് അറിഞ്ഞിരിക്കുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ബിയോണ്ട് ഒരു സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് നോട്ടൊക്കെ എഴുതി വേറെ പ്രോബ്ലം ചെയ്യുക, അതിന്റെ ആവശ്യമില്ല. ഫാദർ ഓഫ് സൈക്കോളജി ആ ക്വസ്റ്റ്യൻ ഒക്കെ ക്ലാസ്സിലെടുക്കും ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അതുപോലെ തന്നെ വരുന്നത്. ജസ്റ്റ് ക്ലാസ് കേട്ടിരിക്കുക, ക്ലാസ്സിൽ എന്താണോ പറയുന്നത് അത് പ്രോപ്പർലി കേട്ടിരിക്കുക. ഡെഫിനറ്റ്ലി അതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് എക്സാം ഹോളിൽ ഉണ്ടായിരിക്കുന്നതുണ്ടായിരുന്നു. ദെൻ നമ്മുടെ കോഡ് ബ്ലൂവിന്റെ ഒരു ഇമ്പാക്ട് എങ്ങനെയായിരുന്നു നമ്മുടെ പ്രിപ്പറേഷനിൽ? കോഡ് ബ്ലൂ തന്നെയായിരുന്നു മെയിൻ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ഗെയിം ചെയ്യുമെങ്കിലും ഫസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സിന്റെയും കോഡ് ബ്ലൂ തീർക്കും. കോഡ് ബ്ലൂവിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ലാസ്റ്റ് റിവിഷന്റെ ടൈമിൽ പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. കോഡ് ബ്ലൂവിൽ എല്ലാ ലെവൽ ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ട് അതന്നെ മതി. ഇനി നമുക്ക് ചേച്ചിയുടെ അടുത്ത് ചോദിക്കാം അല്ലെ, എങ്ങനെയായിരുന്നു റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവനുണ്ടായ സ്ട്രെസ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അവൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ ഫാമിലിയുടെ കൂടെ. അവനക്ക് ഒന്നും കൂടി ഇതാക്കണമെന്ന് ഒരു കോൺഫിഡൻസ് ഉണ്ടായതുകൊണ്ടാണ് ഇപ്പൊ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാന്നുണ്ട് ഒരു സ്റ്റേജിലേക്ക് എത്തിയത്. എക്സാം എഴുതാൻ പോകുമ്പോഴാണെങ്കിലും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിലും ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഡൗട്ട് വെക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ എല്ലാവരും വന്നിട്ട് ഡൗട്ട്, ഇപ്പോൾ ഞാനും നിങ്ങളുടെ ഹോസ്റ്റലിൽ തന്നെയാണ് നിൽക്കുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡൗട്ട് ക്ലിയറൻസിന്റെ സമയത്തൊക്കെ നല്ല അടിപൊളി ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ബിയോണ്ട് ബയോളജി ബാക്കിയുള്ള സബ്ജക്റ്റിന്റെ ഡൗട്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? എല്ലാ സബ്ജക്റ്റിനും അഷ്റഫ് സാർ ആയാലും അനൂപ് സാർ ആയാലും പ്രമോദ് സാറൊക്കെ വന്നിട്ട് നമ്മളെ കൂടെ തന്നെ നിന്ന് നമ്മളെല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് തന്നിട്ടാണ് പോകുന്നത്. ഇനിയിപ്പോ സാർമാര് വരാൻ പറ്റിയില്ലെങ്കിൽ പോലും അവരോട് ത്രൂ വാട്സപ്പ് വഴി കോർഡിനേറ്റേഴ്സ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗട്ട് ക്ലിയറൻസ് ചെയ്യാൻ പറ്റും. അത് ആക്ച്വലി നല്ലൊരു കാര്യമാണ്. കാരണം എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഈ സംഭവം നമുക്ക് വർക്ക്ഔട്ട് ചെയ്തെടുക്കാൻ പറ്റാറില്ല. കാരണം ഒരു മെയിൻ കംപ്ലൈന്റ് എല്ലാവരും പറയാറ് ഫാക്കൽറ്റീസിന് കിട്ടുന്നില്ല ഡൗട്ട് ക്ലിയറൻസ്. ക്ലാസ് എടുക്കും പോവും, പിന്നെ പ്രോബ്ലം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് വരും, ഇൻ ബിറ്റ്വീൻ ചെക്ക് ആവും, അപ്പോൾ അവിടെ ആരും കിട്ടുന്നില്ല ഹെൽപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ സംഭവം കിട്ടുന്ന ആക്ച്വലി ഒരു ബെനിഫിറ്റ് ആയുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും. ഓക്കെ, പിന്നെ ഹോസ്റ്റൽ ലൈഫ് എങ്ങനെയായിരുന്നു? എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പോസിറ്റീവ്ലി ഇമ്പാക്ട് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ? ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയായിരുന്നു? വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിന്റെ ബുദ്ധിമുട്ട് അതെല്ലാവർക്കും ഒരു ഹോം സിക്നസ് എന്തായാലും ഡെഫിനറ്റ്ലി ഉണ്ടാവല്ലോ. ഓക്കെ, പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഫുഡ് ഞാനും കൂടെ അതേ ഫുഡ് തന്നെയാണ് ഞാനും കഴിച്ചത്. എനിക്ക് നന്നായിട്ട് അറിയാം, നല്ല ഫുഡ് തന്നെ. ലൈക്ക് നമ്മളിപ്പോൾ ഭയങ്കര അടിപൊളി ഫുഡ് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ അത് ഭയങ്കര കഴിച്ച് നമ്മൾ ഭയങ്കര സുഖമായിട്ടിരുന്ന് പഠിച്ചതൊക്കെ കുറയാനായിരിക്കും ചാൻസ് ഉള്ളത്. പക്ഷേ ഇറ്റ് വാസ് ടേസ്റ്റി ഇനഫ്. ബട്ട് നമ്മൾ അങ്ങനെ ഉറപ്പിക്കാനുള്ള രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഫുഡ് തന്നെയായിരുന്നു. മൊത്തത്തിലൊരു പഠിത്തം എന്നുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഉണ്ടായിരുന്നത്. ഫ്രണ്ട്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴൊക്കെ കൂടുതൽ പഠിക്കുന്ന കാര്യങ്ങളാണ് റൂമിൽ വരുമ്പോഴൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഫ്രണ്ട്സ് ഒക്കെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ചെയ്തിട്ടാണ് എത്തിയിട്ടുള്ളത്. ഓക്കെ, നല്ലൊരു ഡെഫിനറ്റ്ലി നല്ലൊരു ബാച്ച് ആയിരുന്നു. കുറെ പേര് ഇപ്പോൾ നിങ്ങളുടെ ബാച്ചിൽ നിന്ന് കുറെ പേര് 600+ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. കൺക്ലൂഷൻ ആയിട്ട് നമുക്ക് ഇത്രയാണ് പറയാനുള്ളത്. അതായത് ഇപ്പോൾ ഇവിടെ ക്ലാസ്സിലെടുക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അത് പ്രോപ്പർലി ഫോളോ ചെയ്യാം. ഓക്കെ, ബിലീവ് ഇൻ യുവർ ഫാക്കൽറ്റീസ്, ബിലീവ് ഇൻ യുവർ ടീച്ചേഴ്സ്, ബിലീവ് ഇൻ യുവർ കോർഡിനേറ്റേഴ്സ്. ഓക്കെ, എല്ലാവരും 24/7 നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ എൻഡേവേഴ്സ്. ഓക്കെ, താങ്ക് യു.